ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. വചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈ യാത്രയിലുടനീളം നിങ്ങൾ കൂടെ ഉണ്ടാകുന്നതിനെ ഓർത്ത് നിങ്ങൾക്കും നന്ദി പറയുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിതാവും പുത്രനുമായ, അതായത് പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ 10 ഘടകങ്ങളെക്കുറിച്ചാണ്. 10 attributes of Jesus' relationship with his Father. ഇതിൻ്റെ 7 തലങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് 8ാമത്തെ ഒരു തലത്തിൽ എത്തി നിൽക്കുകയാണ്. 8ാമത്തെ ചിന്ത ഇങ്ങനെയാണ്: There is no competitive spirit between Father and the Son. ഈശോയ്ക്കും പിതാവിനും ഇടയിൽ മത്സരമില്ല. അവർ പരസ്പരം അംഗീകരിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. പിതാവ് ഈശോയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഈശോ പിതാവിനെ ആദരിച്ചു, ബഹുമാനിച്ചു. അതുപോലെ തന്നെ ഈശോ തൻ്റെ ശിഷ്യരെ ആദരിക്കുന്നു, തന്നോട് ഇടപെടുന്ന എല്ലാവരെയും ആദരിക്കുന്നു, കുഞ്ഞുങ്ങളെ ആദരിക്കുന്നു, രോഗികളെ ആദരിക്കുന്നു, തൻ്റെ അടുക്കലേക്ക് ഓടി വന്ന പാപികളെയും ചുങ്കക്കാരെയും ആദരിക്കുന്നു, അവരെയൊക്കെ പ്രകീർത്തിക്കുന്നു. അവർക്കൊക്കെ തൻ്റെ സന്നിധിയിൽ ഇടമുണ്ട്, തൻ്റെ സന്നിധിയിൽ വിലയുണ്ടെന്ന് ഈശോ പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ ഒരു 4ാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഈശോ നൽകുന്ന ഈ ഒരു അംഗീകാരത്തിന് എപ്രകാരം പ്രത്യുത്തരം നൽകുന്നു എന്നതാണ്. അതിൻ്റെ 1ാമത്തെ ഒരു റെസ്പോൺസാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ 1ാമത്തെ തലമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും അവസാനം നമ്മൾ ധ്യാനിച്ചത്. നമ്മൾ ദൈവത്തെ ആദരിക്കുന്നവരാകണം, ദൈവത്തിന് അർഹിക്കുന്ന ആദരവ് കൊടുക്കണം. നമ്മുടെ ഏറ്റവും നല്ലത് സ്വീകരിക്കാൻ ദൈവം അർഹനാണ്. അച്ഛൻ ആവർത്തിക്കട്ടെ, നമ്മുടെ ഏറ്റവും നല്ലത് സ്വീകരിക്കാൻ ദൈവം അർഹനാണ്. 1 ദിനവൃത്താന്തം 29:10 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ ദാവീദ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്: ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം അങ്ങയുടേതാണ്. കർത്താവേ, രാജ്യം അങ്ങയുടേതാണ്. അങ്ങ് എല്ലാറ്റിൻ്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരുമാക്കുന്നത് അങ്ങാണ്. ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എൻ്റെ ജനവും ആരാണ്? സമസ്തവും അങ്ങിൽ നിന്ന് വരുന്നു. അങ്ങയുടേതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയതും അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തത്കാലവാസികളുമാണ്. ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ്, എല്ലാം അസ്ഥിരമാകുന്നു.
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് ആലയം പണിയാൻ ഞങ്ങൾ സമൃദ്ധമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്നാണ്. സകലതും അങ്ങയുടേതാണ്. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനു വേണ്ടി വളരെ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള തടികളും സ്വർണവും സമ്പത്തും എല്ലാം സംഭരിച്ച് അതെല്ലാം ദേവാലയ നിർമ്മാണത്തിനു വേണ്ടി സമർപ്പിച്ചതിന് ശേഷം ദാവീദ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ഇതെല്ലാം അങ്ങയുടേതാണ്. ഞങ്ങൾ നൽകിയത് അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിൽ നിന്നെടുത്ത് നൽകിയതാണ്. ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നുമില്ലെന്ന്. എല്ലാറ്റിൻ്റെയും ഉറവിടം അങ്ങാണ്. എല്ലാറ്റിൻ്റെയും അധിപതിയും അങ്ങ് തന്നെ. ഓരോരുത്തരെയും ശക്തരാക്കുന്നത്, ഉന്നതരാക്കുന്നത് അങ്ങാണ്. എല്ലാ മഹത്വവും അങ്ങയുടേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ ആദരിക്കുമ്പോൾ, ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ, കർത്താവിന് കാഴ്ചകൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ മനോഭാവം ഉണ്ടാകണം, കർത്താവ് തന്നതിൽ നിന്നെടുത്താണ് നമ്മൾ കൊടുത്തത് എന്ന്. ചില ആളുകൾക്ക് ചില വലിയ ഡൊണേഷനൊക്കെ കൊടുക്കാൻ കഴിയുമ്പോൾ അവർ അത് മനസ്സിലാക്കണം, തങ്ങൾക്ക് ദൈവം നൽകിയതിൽ നിന്നാണ്, അതിൻ്റെ ഒരു ഓഹരിയാണ് ഞങ്ങൾ ദൈവത്തിന് തിരികെ നൽകിയത്. ഇതിൻ്റെ മുഴുവൻ അധിപതി ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നൽകി എന്ന് കരുതി എനിക്ക് അഹങ്കരിക്കാൻ അർഹതയില്ല. 1 കൊറിന്തോസ് 4:7 പൗലോസ്ലീഹ പറയുന്നത് പോലെ, 1 കൊറിന്തോസ് 4:7, ദാനമായി ലഭിച്ചതല്ലാതെ മറ്റെന്താണ് നിനക്കുള്ളത്? എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് വ്യാപരിക്കുന്നു? എപ്പോഴും നിൻ്റെ വ്യവഹാരങ്ങൾ ഇതെല്ലാം കർത്താവേ നിൻ്റെ ദാനമാണ് എന്ന മട്ടിൽ ആയിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മലാക്കി പ്രവചനം 1:11 നമ്മൾ വായിക്കുകയാണ്. മലാക്കി 1:11, സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ എൻ്റെ നാമം ഉന്നതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. വെളിപാട് 4:11, ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. വെളിപാടിൻ്റെ പുസ്തകം 4:11 തുടർന്ന് വായിക്കുകയാണ്, അങ്ങ് സർവവും സൃഷ്ടിച്ചു, അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. ഓരോന്നിനും അസ്തിത്വം ലഭിച്ചത് കർത്താവിൽ നിന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ എല്ലാ സ്തുതിക്കും ബഹുമാനത്തിനും കാഴ്ചയർപ്പണത്തിനും ആരാധനയ്ക്കും എല്ലാം യോഗ്യനായവൻ അവിടെ നിന്നാണ്. എത്ര പുകഴ്ത്തിയാലും അത് മതി വരികയില്ല. തളരാതെ എത്ര സ്തുതിച്ചാലും അത് അധികമാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആദരിക്കാതെ പോയ മനുഷ്യർക്ക് വരുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ബൈബിളിൽ ശക്തമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ ബൽഷാസർ രാജാവിനെ കുറിച്ച് വായിക്കുന്നത്. ബൽഷാസർ രാജാവ് ഒരു വിരുന്ന് കൊടുത്തു. ഈ വിരുന്ന് നൽകിയപ്പോൾ അതിന് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി തൻ്റെ പിതാവായ നബുക്കദ്നേസർ ജെറൂസലേം ദേവാലയത്തിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുവന്നിരുന്ന വിശുദ്ധ പാത്രങ്ങൾ അവരുടെ കലവറയിലുണ്ടായിരുന്നു, രഹസ്യ ശേഖരത്തിലുണ്ടായിരുന്നു. ബൽഷാസർ രാജാവ് പറഞ്ഞു, ദേവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങൾ കൊണ്ടുവന്ന് അതിൽ വീഞ്ഞു വിളമ്പട്ടെ. അങ്ങനെ അവർ വീഞ്ഞു കുടിച്ചു കൊണ്ടിരിക്കുകയാണ്.
ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ പാത്രങ്ങളിൽ അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തു സംഭവിച്ചു? ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 23-ാം തിരുവചനം, സ്വർഗത്തിൻ്റെ കർത്താവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ബെൽഷാസർ രാജാവ് നടത്തിയ വിരുന്നിനെക്കുറിച്ച് ദൈവം കോപിക്കുകയാണ്. തന്നെ ആദരിക്കാതെ, തൻ്റെ ആലയത്തെ ആദരിക്കാതെ, ആലയത്തിലെ വിശുദ്ധ പാത്രങ്ങളെ ആദരിക്കാതെ, അവയൊക്കെ അപമാനിച്ച ബെൽഷാസർ രാജാവിനെതിരെ ദൈവം തൻ്റെ കരം നീട്ടുകയാണ്. സ്വർഗത്തിൻ്റെ കർത്താവിനെ നീ വെല്ലുവിളിച്ചു. അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് നീയും നിൻ്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ വീഞ്ഞു കുടിച്ചു. വെള്ളി, സ്വർണം, ഓട്, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള കാണാനോ കേൾക്കാനോ കഴിവില്ലാത്ത ദേവന്മാരെ നീ സ്തുതിച്ചു. എന്നാൽ നിൻ്റെ ജീവനെയും നിൻ്റെ മാർഗങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആദരിച്ചില്ല. രാജാവിനെതിരെയുള്ള ദൈവത്തിൻ്റെ വളരെ ഗൗരവമുള്ള ആരോപണമാണ്, നീ ദൈവത്തെ ആദരിച്ചില്ല. അതുകൊണ്ട് കർത്താവിനെ എന്തു ചെയ്യും? ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 25-ാമത്തെ തിരുവചനം, അവനെതിരെ എഴുതപ്പെട്ട ലിഖിതം ഇങ്ങനെയായിരുന്നു. സ്വർഗത്തിൽ നിന്നൊരു ദൈവദൂതൻ്റെ കരം വന്ന് ഭിത്തിയുടെ മേൽ ഒരു ലിഖിതം എഴുതപ്പെട്ടു. ആ ലിഖിതം ഇതാണ്: മെനെ മെനെ തെക്കേൽ പാർസിൻ. ഇതാണ് അതിൻ്റെ അർത്ഥം. മെനെ, ദൈവം നിൻ്റെ രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണുകയും അതിൻ്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെക്കേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പേരസ്, നിന്റെ രാജ്യം വിഭജിച്ച് മേദ്യക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ദൈവത്തെ നിന്ദിച്ച രാജാവിൻ്റെ രാജ്യത്വം അവസാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് ദുർമരണമുണ്ടായി. അവൻ്റെ രാജ്യം മറ്റുള്ളവർക്ക് വേണ്ടി നൽകപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞേ, ഇന്ന് ദൈവം നിന്നെ അളന്നു നോക്കുമ്പോൾ നീ നിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നുണ്ട്, ആദരവ് കൊടുക്കുന്നുണ്ട് എന്ന് ദൈവം അളന്നു നോക്കുമ്പോൾ നീ എത്രമാത്രം ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിന് തീഷ്ണതയുള്ളവനാണ്, ശുഷ്കാന്തിയുള്ളവളാണ് എന്ന് ദൈവം അളന്നു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അളവുകോലിൽ നീ യോഗ്യതയുള്ളവളായി പ്രത്യക്ഷപ്പെടുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ കുടുംബം യോഗ്യതയുള്ളൊരു കുടുംബമായി പ്രത്യക്ഷപ്പെടുമോ? നിൻ്റെ സമൂഹം ദൈവാനുഗ്രഹത്തിന് യോഗ്യതയുള്ളൊരു സമൂഹമായി പ്രത്യക്ഷപ്പെടുമോ? ഹല്ലേലൂയ. നിൻ്റെ കുടുംബത്തിൽ ദൈവത്തിന് നീ നൽകുന്ന ആദരവിൻ്റെ അളവെത്രയാണ്? ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അനുദിനം കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീയും നിൻ്റെ കുടുംബാംഗങ്ങളും കാണിക്കുന്ന തീഷ്ണത എത്രയാണ്? വചനം വായിക്കുന്നതിനു വേണ്ടി, കൂദാശകളിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനു വേണ്ടി നീ കാണിക്കുന്ന തീഷ്ണത ദൈവം അളന്നു നോക്കുമ്പോൾ നീ കുറവുള്ളവനായി കാണപ്പെടുമോ, അല്ലെങ്കിൽ യോഗ്യതയുള്ളവനായി കാണപ്പെടുമോ? ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലിരിക്കട്ടെ, ദൈവം എല്ലാ സ്തുതിക്കും യോഗ്യനാണ്. നീ നിൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിനക്കുള്ളതെല്ലാം ഉപയോഗിച്ച് നീ കർത്താവിനെ മഹത്വപ്പെടുത്തിയാലും ദൈവം അതുക്കും മേലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇതിൻ്റെ രണ്ടാമത്തെ തലമാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ പരസ്പരം ബഹുമാനിക്കണമെന്നത്. നമുക്കറിയാം, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. അതുപോലെ തന്നെ സഹോദരനോട്, സഹോദരിയോട് പരസ്പരം ബഹുമാനം കാണിക്കാത്തവർക്കും ഒരു ദുരന്തം കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ
പരസ്പരം ബഹുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 2:17. പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. 1 പത്രോസ് 2:17. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ. നമ്മുടെ സഹോദരരെ സ്നേഹിക്കുവിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ. രാജാവിനെ ബഹുമാനിക്കുവിൻ. പത്രോസ് ശ്ലീഹ പറഞ്ഞു തുടങ്ങുകയാണ്, എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ. കാരണം എന്താണ്? മനുഷ്യൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച്, മനുഷ്യനെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് വചനം പറയുന്നത് ദൈവം ഓരോ മനുഷ്യനെയും തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ, അവർ പലതരത്തിൽ വ്യത്യസ്തരായിരിക്കാം, വൈവിധ്യങ്ങളുള്ളവരായിരിക്കാം. ശാരീരികമായി, മാനസികമായി ഒക്കെ വ്യത്യാസങ്ങളുള്ളവരാണ്. ആത്മീയമായി, മതപരമായി വ്യത്യാസങ്ങളുള്ളവരാണ്. ദേശത്തിൻ്റെ പേരിൽ വ്യത്യാസങ്ങളുണ്ട്, വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും വ്യത്യാസങ്ങളുണ്ട്, നിറത്തിൻ്റെ പേരിൽ വ്യത്യാസങ്ങളുണ്ട്, ഉയരത്തിൻ്റെ പേരിൽ വ്യത്യാസങ്ങളുണ്ട്, അറിവിൻ്റെ തലങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ പല തരത്തിൽ സമ്പത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ബാഹ്യമായ വ്യതിരക്തതകൾ, പ്രത്യേകതകൾ എന്തുതന്നെയാണെങ്കിലും അസ്തിത്വപരമായി, അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യനെയും കുറിച്ചുള്ള ദൈവീക കാഴ്ചപ്പാട് അവൻ അല്ലെങ്കിൽ അവൾ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ് എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനിപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. വേർതിരിവുകൾ കൊണ്ടുവരാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിഭാഗീയതകൾ കൊണ്ടുവരാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഗീയതയുടെ ലാഭങ്ങൾ കൊയ്യാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ മോശക്കാരാണെന്ന് അവതരിപ്പിക്കാൻ, മറ്റുള്ളവർ മോശക്കാരാണെന്ന് അവതരിപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരിശ്രമം മറ്റുള്ളവരെ അവഹേളിച്ചും ഇടിച്ചു താഴ്ത്തിയും ഒക്കെ മുന്നോട്ടു പോകുന്ന മനുഷ്യർ അവരറിയുന്നില്ല, അവർ പിശാചിൻ്റെ പദ്ധതികളിലാണ് പങ്കുചേരുന്നതെന്ന്. ദൈവം എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹിക്കുന്നു. പിശാച് ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഏത് ഗണത്തിലാണ് പങ്കുചേരുന്നത്? നീ ആരുടെ പരിശ്രമങ്ങൾക്ക് കൂടെയാണ് ഒരു കോവർക്കറായി നിലകൊള്ളുന്നത്? നിന്റെ പരിശ്രമം ഐക്യപ്പെടുത്താനാണോ? നിന്റെ പരിശ്രമം ഭിന്നിപ്പിക്കാനാണോ? നിന്റെ വാക്കുകൾ, നിന്റെ പ്രവൃത്തികൾ സമൂഹത്തെ ഐക്യപ്പെടുത്തുകയാണോ, ഒന്നാക്കി തീർക്കുകയാണോ, അല്ലെങ്കിൽ മുറിവുണ്ടാക്കി ഭിന്നിപ്പിക്കുകയാണോ? നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ച് സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് നമുക്ക് സ്വർഗീയമായ ഒരു ജാഗ്രത സൂക്ഷിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. ഫിലിപ്പി 2:3. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ നേരത്തെ പറഞ്ഞു, പിതാവിനും പുത്രനും ഇടയിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഇല്ല. അവർ പരസ്പരം ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. വചനം നമ്മോട് പറയുകയാണ്, നിങ്ങൾ മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. മത്സരത്തിൻ്റെ കാലമാണ്. തിരുനാളുകൾ നടത്തി മത്സരിക്കുന്നവരുണ്ട്. ഇടവകകൾ തമ്മിൽ തിരുനാളുകൾ നടത്തി മത്സരിക്കുന്നു. ആരാണ് കേമന്മാർ എന്ന് കണ്ടെത്തുകയാണ് മതബോധന വിഭാഗത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് മതബോധന യൂണിറ്റാണ് കൂടുതൽ കേമം? മത്സരം നടത്തുകയാണ്. വേറൊരാൾക്ക് സമ്മാനം കിട്ടുമ്പോൾ ആ സമ്മാനം കിട്ടിയതിനെ
ചോദ്യം ചെയ്യുകയാണ് മറ്റുള്ളവർ. വേറൊരാൾക്ക് ഉയർച്ച കിട്ടുമ്പോൾ ആ ഉയർച്ച ശരിയായിട്ടുള്ള ഉയർച്ചയല്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. മത്സരത്തിൻ്റെ ലോകത്താണ് നടക്കുന്നത്. ആത്മീയതയിൽ ആത്മാവിൽ ആരംഭിച്ചത് ശരീരത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു മൂഢതയിലൂടെ കടന്നു പോകുന്ന ആത്മീയ ശുശ്രൂഷ മേഖലകളുണ്ട്. വചനം പറയുകയാണ്, മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണക്കാക്കണം. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. വചനം പഠിപ്പിക്കുകയാണ്, ഭർത്താവ് ഭാര്യയെ ബഹുമാനിച്ചുകൊണ്ട് തൻ്റെ തുല്യ പങ്കാളിയാണ് അവളെന്ന് അംഗീകരിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. ഉൽപ്പത്തി 2:23 ആദം ഹവ്വയെ നോക്കി പറയുന്ന വചനമാണ്. അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്നെടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയാണവൾ, എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസമാണവൾ എന്ന് ആദം ഹവ്വയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തുല്യ വ്യക്തിയാണ് ഇവളെന്ന് അവൻ അംഗീകരിക്കുകയാണ്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. 1 പത്രോസ് 3:7 ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 33-ാമത്തെ തിരുവചനം. നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. വചനം എത്രയോ വട്ടമാണ് ഭാര്യയെ ബഹുമാനിക്കണം, ഭർത്താവിനെ ബഹുമാനിക്കണം, മക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അധികാരികളെ ബഹുമാനിക്കണം, സഭാ നേതൃത്വത്തെ ബഹുമാനിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് പരസ്പരം ബഹുമാനിക്കുന്നവരായി തീരുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം. പരസ്പരം ബഹുമാനം നഷ്ടപ്പെട്ടാൽ എന്തു സംഭവിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവം രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 2 രാജാക്കന്മാർ 2:22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. എലീഷ പ്രവാചകൻ ബഥേലിലേക്ക് പോയി. മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു. കഷണ്ടിത്തലയാ, ഓടിക്കോ. അവൻ തിരിഞ്ഞു നോക്കി, അവരെ കണ്ടു, കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശപിച്ചു. കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി 42 ബാലന്മാരെ ചീന്തിക്കീറി. പ്രിയപ്പെട്ടവരെ, ഈ 42 ബാലന്മാർ എലീഷ പ്രവാചകനെ കണ്ടപ്പോൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, കഷണ്ടിത്തലയ, ഓടിക്കോ എന്ന് പറഞ്ഞു. അവനെ പരിഹസിക്കുകയാണ്. ഒരു ദൈവപുരുഷനെ പരിഹസിച്ച ഈ 42 ബാലന്മാർക്ക് എന്തു സംഭവിച്ചു? കാട്ടിൽ നിന്ന് 2 കരടികൾ ഇറങ്ങി വന്ന് ഈ 42 പേരെയും ചീന്തിക്കളഞ്ഞു എന്ന് വചനം എഴുതിയിരിക്കുകയാണ്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനങ്ങൾ. നമുക്ക് വിചിന്തനം ചെയ്യാം. ബഹുമാനിക്കുന്നവർക്ക് എന്താണ് സമ്മാനം കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കാം. ഈ വചന യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നതിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ളവൻ്റെ നാമം നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം
വിളിച്ചപേക്ഷിക്കാം. ഈശോയേ, 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 ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.